In this video, I am discussing the topic of types of research design. What are the various types of research design ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. Research design divided into two categories: exploratory research design and conclusive research design. The conclusive research design again classified into two categories: descriptive research design and experimental research design. First one, എന്താണ് exploratory research design? It is the initial research conducted to clarify and define the nature of a problem. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ റിസർച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് അല്ലാത്ത ഒരു ഏരിയയിൽ നിന്ന് പുതുതായിട്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അതിലെന്താണ് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ പ്രോബ്ലത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ പ്രോബ്ലത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ റിസർച്ച് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ റിസർച്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പുതുതായിട്ടുള്ളൊരു ഏരിയയിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം അബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ടൈറ്റിൽ ഓർ നോ നോളജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചർ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു റിസർച്ചർ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. ബട്ട് ആ റിസർച്ചർക്ക് കണ്ടക്ട് ചെയ്യുന്ന ഏരിയയുമായി യാതൊരു തരത്തിലുള്ള നോളജസോ ടൈറ്റിൽ റിലേഷൻഷിപ്പോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് എന്താണ് ആ ഒരു ഏരിയയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ റിസർച്ചർ കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ റിസർച്ച് കണ്ടക്ട് ചെയ്താൽ അതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചർക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും റിസർച്ചർ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാണ്. ആ റിസർച്ചർക്ക് ആ ഒരു ഏരിയയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള റിലേഷനോ ആ ഒരു ഏരിയയുമായിട്ട് അയാൾക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു തരത്തിലുള്ള റിലേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള നോളജസോ ഒരു കാര്യങ്ങളോ അയാൾക്ക് എന്താണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് ആ ഒരു ഏരിയയുമായിട്ടില്ല. എന്നിട്ടും അയാൾ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്താൽ അതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഒരു ഏരിയയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അതിൽ പ്രീവിയസ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നോളജസോ ഒരു റിലേഷനോ ഒന്നും അതിലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെയിൻ പർപ്പസ് ഓഫ് ദിസ് റിസർച്ച് ഈസ് ദ ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഫോർമുലേറ്റീവ് റിസർച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് നമുക്ക് എന്താ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നും പറയാം. കാരണം എന്താണ്, ആക്ച്വലി എന്താണ് ആ പ്രോബ്ലത്തെ ഫോർമുലേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നടക്കുന്നത്. എന്താണ് ആ പ്രോബ്ലം അത് ഫോർമുലേറ്റ് ചെയ്ത് ആ പ്രോബ്ലം ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് അത് ഡിഫൈൻ ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് ഒരു ഫോർമുലേറ്റീവ് റിസർച്ച് എന്നും കൂടി നമുക്ക് പറയാം. ഇറ്റ് ഈസ് അൺസ്ട്രക്ചേർഡ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് അൺസ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈനിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. കാരണം സ്ട്രക്ചേർഡ് ഫോമിലായിരിക്കും. സ്ട്രക്ചേർഡ് ഫോമിലാണെങ്കിൽ അത് കൺക്ലൂസീവ് റിസർച്ചാണ്. ബട്ട് ഇവിടെ എന്താണ് അൺസ്ട്രക്ചേർഡ് ഫോം ആയിരിക്കും. കാരണം ഒരു സ്ട്രക്ചേർഡ് ഫോം ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. നമ്മളെ ഇപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താണ് ഡാറ്റ കളക്ട് ഒരു ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു റാൻഡം ഇത്ര സാമ്പിൾസ് എടുക്കണം എന്നുള്ളതോ ഒരു തരത്തിലുള്ളൊരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ലെവലായിരിക്കും അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അൺസ്ട്രക്ചേർഡ് ആണ് എന്ന് പറയുന്നത്.
കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസർച്ചർക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ആ റിസർച്ചർക്ക് ആ ഒരു ഏരിയയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമോ റിലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഓൾറെഡി മുൻകൂട്ടിയിട്ട് അതിലെന്താണ് പറഞ്ഞു വെച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ് ഓൾറെഡി അത് അൺസ്ട്രക്ചേർഡ് ഫോം ആയിരിക്കും. ഒരു സ്ട്രക്ചേർഡ് ഫോം ആണെങ്കിൽ അപ്പോൾ മുൻകൂട്ടി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് ആ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താണ് ഇവിടെ അൺസ്ട്രക്ചേർഡ് ഫോമാണ് വരുന്നത്. അൺസ്ട്രക്ചേർഡ് ഫോം എന്ന് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ആ ഒരു റിസർച്ചർക്ക് ഒരു കൺക്ലൂഷനിൽ ഏർപ്പെടാനോ ഒന്നും എന്താണ് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ നോൺ റാൻഡം സാമ്പിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈനിലുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നടക്കുന്നൊരു സ്റ്റഡി. നെക്സ്റ്റ്, സിമ്പിൾ ആൻഡ് അൺസ്ട്രക്ചേർഡ്. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് പറഞ്ഞാൽ സിമ്പിൾ ഫോമാണ്, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ അല്ലാത്ത ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോം ആയിരിക്കും എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് ഉണ്ടാവുക. അതിലൂടെ ആയിരിക്കും അതിൻ്റെ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ്, ലോ കോസ്റ്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം എന്താണ് ഇവിടെ ഓൾറെഡി അൺസ്ട്രക്ചേർഡ് ഫോമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, സ്ട്രക്ചേർഡ് ഫോമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അൺസ്ട്രക്ചേർഡ് ഫോമാണ്. അൺസ്ട്രക്ചേർഡ് ഫോം ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം ഫ്ലെക്സിബിൾ ഇൻ നാച്ചുറൽ ആയിരിക്കും. കാരണം എന്താണ് ആ റിസർച്ചിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചേഞ്ചസ് വരുത്താനോ റിക്വയർമെൻറ്റ്സ് വരുത്താനോ ഒക്കെ നമുക്ക് എന്താണ് സാധിക്കും. അതാണ് ഫ്ലെക്സിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻസ്. ഒരു ക്വാളിറ്റേറ്റീവ് ഇൻവെസ്റ്റിഗേഷനായിക്കാരും ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ പോസിബിൾ ആവുക. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻസ് ആയിരിക്കും റിസർച്ച് ആയിരിക്കും ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ പോസിബിൾ ആവുക എന്നാണ് പറയുന്നത്. പിന്നെ ഫർദർ സെർച്ച് എക്സ്പെക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ സ്റ്റഡീസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഫർദർ ആയിട്ട് ഉള്ള സ്റ്റഡീസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. ഫസ്റ്റ് മെത്തേഡ്സ്, ലിറ്ററേച്ചർ സർവേ. സെക്കൻഡ്, ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ് സർവേ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി or study of insight simulation, analysis of secondary data. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ലിറ്ററേച്ചർ സർവേ? ലിറ്ററേച്ചർ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ഓഫ് ദ ഏർലിയർ വർക്ക്സ് മേ ബി റിവ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾനെസ് ഇൻ ദ കറൻറ്റ് പ്രോബ്ലം. ലിറ്ററേച്ചർ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രീവിയസ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക. ആ കണ്ടക്ട് ചെയ്ത സ്റ്റഡീസ് എന്താണ് അതിൻ്റെ ഒരു റിവ്യൂ. ആ റിവ്യൂ ആണ് ലിറ്ററേച്ചർ സർവേയിലൂടെ നടത്തുന്നത്. അതിപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു കറൻറ്റ് പ്രോബ്ലത്തിന് അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ലിറ്ററേച്ചർ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ആയിട്ടുള്ള പ്രീവിയസ് സ്റ്റഡീസ് ഉണ്ടാവും. ആ പ്രീവിയസ് സ്റ്റഡീസിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ആ പ്രീവിയസ് സ്റ്റഡീസിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു സമ്മറി, അതിനെയാണ് ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്സർവേഷൻ. റിസർച്ചർ ഒബ്സർവ് പാർട്ടിസിപ്പൻസ് ഓൺഗോയിങ് ബിഹേവിയർ ഇൻ എ നാച്ചുറൽ സിറ്റുവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണ് ഒബ്സർവേഷൻ്റെ കേസിൽ പറയുന്നത്? ബൈ ഒബ്സർവിങ് ദ പാർട്ടിസിപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിനെ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസ് അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വെച്ചുകൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്ത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിലുള്ള പാർട്ടിസിപ്പൻസ് അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്ത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പീരിയൻസ് സർവേ.
It is a survey involving participants who have a knowledge of the research problem. എന്താണ് എക്സ്പീരിയൻസ് സർവേ? നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ മനസ്സിലാക്കാം. എന്താണ്? ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത ആളുകളെ ആയിരിക്കും എന്താണ് ഈ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു നമ്മൾ ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യുന്നത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ഫുൾ ഓഫ് നോളേജ് ഉള്ള ആളുകളെ ആയിരിക്കും എന്താണ് നമ്മൾ എക്സ്പേർട്ട് സർവേയിൽ കണ്ടക്ട് ചെയ്യാൻ ഉൾപ്പെടുത്തുക. ആ ഒരു രീതിയെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണിത് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പേർട്ട് സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. Obtain data from a selected group of individuals participating in the discussion guided by the moderator. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫേവറബിൾ ആയ കുറച്ച് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുക. ആ പാർട്ടിസിപ്പൻസ് വഴി എന്താണ് ഒരു മോഡറേറ്ററെ സെലക്ട് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ ഫേവറബിൾ ആയ കുറച്ച് പാർട്ടിസിപ്പൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ആ പാർട്ടിസിപ്പൻസിൽ ഒരു മോഡറേറ്റർ വഴി ആ ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പാർട്ടിസിപ്പൻസ് നമുക്ക് കുറച്ച് പാർട്ടിസിപ്പൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ആ ഒരു സെലക്ട് ചെയ്ത പാർട്ടിസിപ്പൻസിൽ വെച്ചിട്ടൊരു മോഡറേറ്റർ വഴി ഡിസ്കഷൻ നടത്തി അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക്കോ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫേവറബിളായ കുറച്ച് പാർട്ടിസിപ്പൻസ് നമുക്ക് ഫേവറബിളായ കുറച്ച് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്തതിൽ നിന്നിട്ടൊരു മോഡറേറ്ററെ ഫിക്സ് ചെയ്ത് ആ മോഡറേറ്റർ വഴി എന്താണ് ഒരു ഡിസ്കഷൻ നടത്തി അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയാൻ എന്തായിരുന്നു? ദ സ്റ്റഡി ഓഫ് എ സിറ്റുവേഷൻ ഓർ കേസസ് റെലവൻറ്റ് ടു ദ ടോപ്പിക്സ് ഓർ പ്രോബ്ലം. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലവുമായി റിലേറ്റ് ചെയ്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസസിൽ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസസ് അത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അനാലിസിസ് ഓഫ് സെക്കൻഡറി ഡാറ്റ കളക്റ്റഡ് ഫ്രം പ്രിൻറ്റഡ് ഓൺലൈൻ സോഴ്സസ് ദാറ്റ് മേ ബി പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റാസ് പ്രിൻറ്റഡ് സോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ സോഴ്സസ്, പ്രിൻറ്റഡ് സോഴ്സസ്, ഇതൊക്കെ നമ്മൾ എന്താണ് സെക്കൻഡറി ഡാറ്റ സോഴ്സാണ്. പബ്ലിഷ്ഡ് ആണെങ്കിലും അൺപബ്ലിഷ്ഡ് സോഴ്സ് ഒക്കെ എന്താണ് സെക്കൻഡറി ഡാറ്റ സോഴ്സുകളാണ്. ഈ സെക്കൻഡറി ഇതേപോലത്തുള്ള സോഴ്സുകളിൽ നിന്നും നമ്മൾ എന്താണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഏതിലൂടെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെ സോഴ്സ് ഓഫ് ഡാറ്റകളിലൂടെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പ്രിൻറ്റഡ് ഫോംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സോഴ്സസ് ആണെങ്കിലും ഇതിലൂടെയൊക്കെയാണ് എന്താണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്താണ് ആ ഡാറ്റാസ് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ആ ഫിക്സ്ഡ് ആയ ഡാറ്റാസിൽ നിന്നായിരിക്കും നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, മെത്തേഡ്സ് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് കൺക്ലൂസീവ് റിസർച്ച്, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.